എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു നരാധമയെ പറ്റിയിട്ടാണ് കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് നമ്മുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്ത് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരുപാട് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രം കുറച്ച് മാന്യമായ ഭാഷയിൽ സംസാരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ആ ഒരു സ്ത്രീ ചെയ്ത ആ ഒരു തെറ്റ് വളരെ വലുതാണ്. പല ആളുകളും ഈ ഒരു തെറ്റിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കലാണ്. പിന്നെ ശ്രീലക്ഷ്മി അറയ്ക്കലെ കുറിച്ചിട്ട് കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തനി കാട്ടവരാധം കാണിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന ഫെമിനിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫെമിനിറ്റിയുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വന്നിട്ട് വളരെ കൂളായിട്ട് ഇതുവരെയും ഇത്രയും നാളും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളാണല്ലോ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തവണ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ വളരെ നന്നായി പോയി എന്നുള്ള നിലയിൽ പുള്ളിക്കാരത്തി വന്നിട്ട് ഒരു പോസ്റ്റ് ഒക്കെ നീളത്തിൽ എഴുതി ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അവൾക്കുണ്ടല്ലോ ഒരു നല്ല നമസ്കാരം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ ഒരു പിന്തുണ ഒന്നുകൊണ്ട് തന്നെയാണ് എന്ത് പോക്കൃത്തരങ്ങളും കാണിക്കാം എന്നുള്ള ആ ഒരു ധൈര്യം ഇവളുമാർക്ക് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, നമ്മൾ ആ ഒരു ബസ്സിൽ വെച്ച് ഇവള് ചിത്രീകരിച്ച ലൈംഗിക പീഡന വീഡിയോ, ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി കുറച്ച് ഗ്യാപ്പിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവള് തന്നെയാണ് അങ്ങോട്ട് തള്ളി ചെന്നതും പുള്ളിക്കാരനൊന്ന് ഉരസിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ നിന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പുള്ളിക്കാരന്റെ കയ്യൊന്ന് തട്ടണം, ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരത്തി വന്ന് നിന്നിട്ടുള്ളത്. കാര്യം എന്നാൽ മാത്രമല്ലേ പുള്ളിക്കാരനെ എയറിലാക്കിയതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് വൈറലാവാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ച ഒരു പൊറാട്ട് നാടകമായിരുന്നു ബസ്സിൽ വെച്ചെടുത്ത ആ ഒരു വീഡിയോ എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീക്ക് ലൈംഗികമായിട്ടുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവൾ ചിരിച്ചുകൊണ്ടാണോ പ്രതികരിക്കുന്നത്? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ശരിക്കും ഈ ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട്, അതായത് ഒരു പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ ഒരു പുള്ളിക്കാരൻ മാക്സിമം അയാള് മര്യാദയ്ക്ക് നിൽക്കേണ്ട രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ പെണ്ണുമ്പുള്ള കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഒന്ന് രസി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി പുള്ളിക്കാരത്തി. കാരണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ മൊബൈലിൽ പകർത്തി കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഇവളുടെ മുഖത്തുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു പുഞ്ചിരി പൊടിക്കുന്ന മുഖം മാത്രം മതി ഇവളെ എത്രത്തോളം വൃത്തികെട്ടവളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇവളെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഫെമിനിസ്റ്റുകൾ മാത്രമേ ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ കേസിനെ പറ്റിയിട്ട് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നേരെ മറിച്ച് ഈ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്നും ഒരു ബസ്സിൽ വെച്ചോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ചോ എവിടെ വെച്ചോ ആവട്ടെ ഒരു ഇതുപോലെയുള്ള ഒരു ദുരനുഭവം ഉണ്ടായി എന്നിരിക്കട്ടെ. ഇതൊരു ദുരനുഭവമൊന്നുമില്ല, ഇത് അവള് വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ പോലും വെറുതെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. അപ്പോൾ ആ ഒരു ദുരനുഭവത്തില് ആ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നിരിക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരൊറ്റ മനുഷ്യന്റെ പരാതി പോലും ഇല്ലാതെ തന്നെ പോലീസ് രായ്ക്ക് രാമാനം വന്നിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവൻ ഇനി അവന്റെ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിനകത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിലും അവിടെ വന്ന് അവനെ പിടിച്ച് വലിച്ച് എടുത്തുകൊണ്ട് പോയി അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കേരള പോലീസിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവളൊരു പെണ്ണായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ആണെങ്കിൽ പിടികിട്ടാ പുള്ളിയായി എന്നാണ് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും നമ്മൾക്ക് ഒരു ന്യൂസുകളിൽ നിന്നും കാണാനായിട്ട് ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ സാധിച്ചിട്ടില്ല. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി കാണാനില്ല, പുള്ളിക്കാരത്തി ഒളിവിലായി പോയി എന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി ദുബായിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണോ കള്ളമാണോന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ വ്യക്തതയൊന്നുമില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും വളരെ മോശമായി പോയി. ഏതോ ഒരുത്തി ഏതോ സ്ഥലത്തിരുന്നിട്ട് ഒരു മെയിൽ അയച്ച് പുള്ളിക്കാരത്തിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വന്നപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കാണിച്ച ആ ഒരു വ്യഗ്രത ഈ ഒരു കേസിൽ ഇല്ലാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും ജീവന് ഒരേ വിലയല്ലേ ഉള്ളൂ. ഇപ്പോൾ തെറ്റ് ചെയ്താൽ സ്ത്രീ ആണെങ്കിൽ അവളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ഒരു കാര്യമില്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ തന്നെയാണ് എപ്പോഴും വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിയമത്തിന്റെ കാര്യത്തിൽ മാത്രം സ്ത്രീക്ക് ഒരു പ്രത്യേക തരം പരിഗണന കൊടുക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം? നമുക്ക് മുഖത്ത് രണ്ട് കണ്ണുകളുണ്ടെങ്കിൽ ആ രണ്ട് കണ്ണുകളെയും നമ്മൾ ഒരുപോലെയല്ലേ കാണുന്നത്. അപ്പോൾ ഒരുപോലെ കാണുകയാണെങ്കിൽ പിന്നെ ഒരു കണ്ണിനെ മാത്രമായിട്ട് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കണ്ണ് എന്ന് പറയേണ്ട കാര്യമല്ലല്ലോ. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിലും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീക്കും പുരുഷനും എല്ലാ അവളുമാർക്കും തുല്യത വേണം.
പക്ഷെ നിയമത്തിന്റെ കാര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന. പുരുഷനാണെങ്കിലോ അത്തരത്തിലുള്ള പരിഗണന ഇല്ല എന്നുള്ളത് മാത്രമല്ല, പുരുഷന് നേരെ എന്ത് അതിക്രമം കാണിച്ചാലും കാണിക്കുന്നത് പെണ്ണാണെങ്കിൽ ആ ഒരു കേസിന് വേണ്ടത്ര മുൻഗണന കൊടുക്കുന്നില്ല. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ ഒരു 7 വർഷമായിട്ട് ഒരു വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്യുകയാണ് മാനേജറായിട്ട്. പുള്ളിക്കാരൻ തിരുവനന്തപുരം, കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്. പല ആളുകളുമായിട്ട് കോണ്ടാക്റ്റുള്ള ആളാണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ ഉടമ ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന് വിങ്ങിപ്പൊട്ടുന്ന, വിതുമ്പി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയാനായിട്ടില്ല. ഈ ഒരു വ്യക്തി ആ ഒരു ബസ്സിൽ വെച്ച് എടുത്ത വീഡിയോ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവള് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ ഒരു പുള്ളിക്കാരൻ അതിന് ഒരു പട്ടിയുടെ വില പോലും കൊടുത്തില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ബസ്സിൽ വെച്ചെടുത്ത ഇവളുടെ ആ ഒരു അഴിഞ്ഞാട്ട വീഡിയോ കണ്ടിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ അതിന് തലമുടിയുടെ വില പോലും കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് അവൾ നിർത്താനായിട്ട് ഭാവം ഉണ്ടായില്ല. അവൾ വീണ്ടും വന്നിട്ട് ഈ ഒരു പുള്ളിക്കാരൻ ഭയങ്കര ഞരമ്പനാണ് എന്നുള്ള രീതിയിലൊക്കെ ഘോരം പ്രസംഗിച്ചു. അവളുടെ വർത്തമാനമൊക്കെ കേട്ടാൽ തോന്നും ഇവള് ഭയങ്കര സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയവളാണ് എന്ന് തോന്നിപ്പോവും. ആ രീതിയിലായിരുന്നു അവളുടെ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ഒരു പാവപ്പെട്ടവന്റെ കിളി പോയത്, ഇനി ജീവിക്കണ്ട എന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി പറയുന്ന കാര്യത്തിനാണ് കൂടുതൽ ആളുകൾ ചെവി കൊടുക്കുന്നത്. ഒരു പുരുഷൻ എന്തൊക്കെ വാവിട്ട് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു പുരുഷൻ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ചിട്ട് എത്ര തന്നെ ഘോരം പ്രസംഗിച്ചാലും അതിന് ആരും അത്ര വലിയ വാല്യൂ കൊടുക്കില്ല. പക്ഷെ ഒരു പെണ്ണ് വന്നിട്ട് ഒരുപക്ഷെ അടുത്തൂടെ പോയി കാണത്തേ ഉള്ളൂ, എന്നാൽ പോയി ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു അവൻ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ എന്നെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാവരും ചെവി കൊടുക്കും. അതാണ് ഈ ഒരു സൊസൈറ്റിയുടെ ശാപം എന്ന് പറയുന്നത്. ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പെൺകുട്ടിയെ ഒരു അമ്മ എങ്ങനെയാണോ വയറ്റിൽ 10 മാസം ചുമന്ന് വേദനയോടുകൂടി പ്രസവിച്ച് പാലൂട്ടി വളർത്തി ഒരു യുവതിയാക്കി മാറ്റുന്നത്, അതുപോലെ തന്നെയാണ് ഒരു മാതാവ് ഒരു ആൺകുഞ്ഞിനെയും ഗർഭത്തിൽ ചുമന്ന് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് അതുപോലെ പാലൂട്ടി വളർത്തി ഒരു യുവാവാക്കി മാറ്റിയെടുക്കുന്നതും. ആ പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലായാലും ആൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലായാലും ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിൽ തന്നെയാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. ഇവിടെ പെണ്ണിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പരിഗണന, ആണിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ആർക്കും ഒരു മൈൻഡ് ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു രീതി മാറേണ്ട സമയം കഴിഞ്ഞു. എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആൺകുട്ടികളെ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ആൺകുട്ടികളെ മാത്രം ആർക്കും ഒരു മൈൻഡില്ല. എന്താ പെൺകുട്ടികളെ മാത്രം 10 മാസം നൊന്ത് പ്രസവിച്ചിട്ട് ആൺകുട്ടികളെ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ഇങ്ങനത്തിലുള്ള രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇലക്ഷൻ ആകുമ്പോൾ ആണും പെണ്ണും ഒരുപോലെ വോട്ട് കൊടുത്താണ് ഓരോരുത്തരും വിജയിച്ച് മുന്നോട്ട് വരുന്നത്. നമ്മളെ ഭരിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികളായിട്ട് ഇവർ മാറുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് കൊണ്ടാണ്, അല്ലാതെ ഈ പെണ്ണുങ്ങൾ മാത്രം കൊടുക്കുന്ന വോട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആണുങ്ങളുടെ വോട്ട് വേണ്ട എന്ന് വെച്ചുകൂടെ? ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള നിയമം അല്ലെങ്കിൽ ആണിന്റെ വോട്ട് എന്തിനു മേടിക്കുന്നു? ആണുങ്ങൾ വോട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു കാര്യം വരട്ടെ, പെണ്ണുങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കട്ടെ. ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണെങ്കിൽ അത് എല്ലാ കാര്യത്തിനും ഉണ്ടാവണം. ഇലക്ഷന് വോട്ടിടുന്ന സമയമാകുമ്പോൾ പെണ്ണിടുന്ന വോട്ടിനും ആണിടുന്ന വോട്ടിനും തുല്യ വാല്യൂ അല്ലേ ഉള്ളത്? അല്ലാതെ ഇത് പെണ്ണിട്ട വോട്ടാണ് അതുകൊണ്ട് പെണ്ണിടുന്ന വോട്ടിന് കൂടുതൽ പരിഗണന, ആണിടുന്ന വോട്ടിനാണെങ്കിൽ അത്രത്തോളം ഇല്ല എന്നൊന്നും ഇല്ലല്ലോ. ആണിന്റെയും പെണ്ണിന്റെയും വോട്ട് മേടിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും വിജയിച്ച് നമ്മുടെ നേതാക്കന്മാരായി നമ്മളെ ഭരിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നേതാക്കന്മാർ ഒരു കാര്യം ഓർക്കുക, ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങളത് ചെവികൊണ്ട് കേൾക്കുന്നില്ല. നിയമത്തിന്റെ കാര്യം വരുമ്പോൾ പെണ്ണിന് എപ്പോഴും മുൻഗണന കൊടുക്കുന്നു. ഈ ഒരു മുൻഗണനയാണ് ഇവളുമാരൊക്കെ ചൂഷണം ചെയ്യുന്നത്. പിന്നീട് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബസ്സിൽ കാണിക്കുന്ന ഈ വീഡിയോ എടുപ്പ് സംഭവം ഇപ്പോൾ ഏതാണ്ട് ഒരു 10 ദിവസത്തിന് മുമ്പും ഇതുപോലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വല്യമ്മാവൻ ഇങ്ങനെ ഇരിക്കുന്നു, കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ആ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പെണ്ണിരിക്കുന്നു. ആ പെണ്ണ് കൈ താത്തിടേണ്ടതിന് പകരം ആ ഒരു അയാളുടെ ഭാഗത്തിരിക്കുന്ന കൈ ഉയർത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ കൈ ഉയർത്തി വെച്ചാലല്ലേ ബ്രസ്റ്റിന്റെ ഭാഗം അയാളുടെ എവിടെയെങ്കിലുമൊക്കെ തട്ടുള്ളൂ, എന്നാൽ മാത്രമല്ലേ വൈറലാവാൻ പറ്റുള്ളൂ. പുള്ളിക്കാരത്തി ആണെങ്കിലുണ്ടല്ലോ മറ്റേ കൈ വെച്ച് വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്. ആ ഒരു വീഡിയോ എടുക്കുന്നു. എന്നിട്ട് പിന്നീട് പറച്ചിൽ വന്നത് അവളുടെ വയറ്റിൽ അയാൾ തട്ടിയെന്ന്. അയാൾക്ക് ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല ഉപയോഗങ്ങളും ഉണ്ട്, എന്നാൽ അതിലേറെ മോശം ഉപയോഗങ്ങളും ഉണ്ട്.
ശരിക്കും ആ ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളിക്കാരനെ നാറ്റിച്ചിട്ട് ഇവൾക്ക് വൈറലാവണമായിരുന്നു, അതായിരുന്നു ഉദ്ദേശം. പക്ഷെ ഇവിടെ ഇവൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അയാളുടെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സമൂഹ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ചയ്ക്ക് എടുത്തതുമില്ല. നടന്ന ഈ ഒരു ദീപകിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടായപ്പോഴാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങിയതും ആ ഒരു പെണ്ണിന്റെ ഫോട്ടോ വരെ വെക്കാൻ തുടങ്ങിയതും ഇപ്പോഴാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വാദിയും പ്രതിയും പെണ്ണായി കഴിഞ്ഞാലും പെണ്ണിന്റെ പേര് പറയരുത്, പെണ്ണിന്റെ മുഖം കാണിക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ. തെറ്റ് ചെയ്യുന്നത് പെണ്ണാണെങ്കിൽ അവളെ കുറ്റം പറയാനും പാടില്ല. ഈ കുറ്റം പറയുന്നവരെയൊക്കെ വലിച്ച് ജയിലിലിടും. അതൊക്കെയാണ് നമ്മുടെ കാലത്തിന്റെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബസ്സിൽ കാണുന്ന ഈ അതിക്രമങ്ങൾക്ക് നേരെ തടയിടണം എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ പണ്ടത്തെ പോലുള്ള അത്രയേറെ അതിക്രമങ്ങളൊന്നും ബസ്സിനുള്ളിലൊന്നും ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും ടാക്സി വിളിച്ചൊന്നും പുറത്തേക്ക് പോകുന്ന ആളുകളല്ല, ബസ്സിൽ തന്നെയാണ് കൂടുതലും യാത്ര ചെയ്യാറ്, ഓട്ടോയിലും ബസ്സിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബസ്സിൽ കയറുകയാണെങ്കിൽ ബാക്കിൽ കൂടെ വന്നിട്ട് കുറേ ആണുങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ ഫോൺ എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ഇടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ സ്പോട്ടിൽ പ്രതികരിക്കണം, മാറി നിൽക്കാൻ പറയണം. ഈ മൊബൈൽ എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് മാറി നിൽക്കടാ എന്ന് പറയുന്നതിന്. പിന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, ഷൂട്ട് ചെയ്യുന്നതിന് വിഷയമല്ല. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടിട്ട് ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാവരുത്. ശരിക്കും ഒരു തെറ്റ് ചെയ്ത വ്യക്തിയാണ് അത് സംഭവിച്ചിരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ മനഃപൂർവ്വം പെടുത്തി അവൾക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു മനുഷ്യനെ മരണത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയല്ലേ ഇവിടെ ചെയ്തത്. ആ ഒരു തെറ്റ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ദീപക് എന്ന് പറയുന്ന പയ്യന്റെ അച്ഛന്റെ അമ്മയുടെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, ആ ഒരു അമ്മയുടെ നിലവിളി ഇപ്പോഴും കാതിൽ മുഴങ്ങി കേൾക്കുകയാണ്. അത് ശരിക്കും ചെവിക്കകത്ത് കുത്തി കയറുന്നത് പോലെയാണ് തോന്നുന്നത്. നമുക്കും ഒക്കെ മക്കളൊക്കെ ഉള്ളതാണ്, പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ആണുങ്ങളും ഉള്ളതാണ്. ശരിക്കും ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ചത് നാളെ നമ്മുടെയൊക്കെ കെട്ടിയോന്മാർക്കും സഹോദരന്മാർക്കും കുട്ടികൾക്കും ഒക്കെ സംഭവിച്ചുകൂടായികയില്ല. കാരണം എല്ലാവരും എപ്പോഴും ഇതുപോലെ കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരല്ല, അത്യാവശ്യം ബസ്സിലൊക്കെ പോകുന്നവർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥ നാളെ നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷന്മാർക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള ഓരോ സ്ത്രീകളും ഇതിനെ പ്രതികരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളോടാണ്. ബസ്സിനുള്ളിലായാലും പൊതുസ്ഥലങ്ങളിലായാലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് ഷൂട്ട് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും സെക്ഷുവലായിട്ടുള്ള ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ലൈംഗിക അതിക്രമം ആർക്കെങ്കിലും നേരിടേണ്ടി വരികയാണെങ്കിൽ അതിന്റെ വീഡിയോസ് എടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് വൈറലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നത് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണോ, അതേ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഭാവനയിൽ തോന്നി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണോ എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോ എടുത്ത് ആളാവാൻ വേണ്ടിയിട്ടാവരുത് വീഡിയോ എടുക്കേണ്ടത്. നിങ്ങൾക്ക് നാളൊരു സമയം ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ ഒരു കോടതിയിലേക്ക് കയറേണ്ട സാഹചര്യം വരുമ്പോൾ അത്തരത്തിൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആ ഒരു വ്യക്തി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിവിന്റെ ആവശ്യം വരികയാണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ പെണ്ണ് പറഞ്ഞാൽ മതി, പക്ഷേ ഇന്നത്തെ കാലത്ത് പെണ്ണ് ചുമ്മാ വാഗൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യത്തോടെടുക്കുമ്പോൾ അതിന്റെ തെളിവ് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു തെളിവായിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കേണ്ടത്. അല്ലാണ്ട് അത് എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് അറുമാദിച്ച് വ്യൂസ് നേടാൻ വേണ്ടിയിട്ട് ആവരുത്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പയ്യന്റെ വീട്ടുകാർക്ക് തന്നെയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്, മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ശരിക്കും ഇവളെയൊക്കെ തെറി വിളിച്ച് വീഡിയോ ചെയ്യുന്നത് കേട്ട് ചെവി കൂടി മരവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇവളെ ഇങ്ങനെ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടും പോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഇവള് പോലീസ് സ്റ്റേഷനിലല്ലേ, സേഫ് ആയിട്ട് അവിടെ കിടന്നോളും, ചിക്കനും മട്ടനും ഒക്കെ തിന്ന് അവിടെ കിടന്നോളും എന്ന് നമ്മൾ ചിന്തിച്ചാനെ. പക്ഷേ ഇവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാതിരിക്കുന്നത് കൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവളെങ്ങാനും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഇവൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവള് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവളും കൂടി ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ നൂലാമാലകളൊക്കെ നമ്മളെ വിട്ടു പോകത്തില്ല, നേരെ അത് നമ്മുടെ കഴുത്തിൽ തന്നെ വന്ന് വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾ, വീഡിയോ ചെയ്യുന്ന ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുരുക്കുകൾ നിങ്ങളെ കാത്തിരിക്കാനായിട്ടുള്ള സമയം ഒരുപാട് വിദൂരമല്ല. അപ്പോൾ ഈ ഒരു സ്ത്രീ അത്രയും നാണം കെട്ട സ്ത്രീ ആയതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളോടാണ് പറയുന്നത്, വീഡിയോ ചെയ്യുന്ന ആൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഇവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ തലയിലാവും എല്ലാം. വീഡിയോ ചെയ്തിട്ടാണ്, റിയാക്ഷൻ വീഡിയോ അങ്ങനെ വന്നിട്ടാണ്, ഇങ്ങനെ വന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് ഇതിലുള്ള ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാറിയവളെ പറ്റിയിട്ട് നമുക്ക് മാന്യമായ ഭാഷയിൽ വിമർശിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ നാറിയ ഈ പുഴുത്തവളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കത്തുമില്ല. അപ്പോൾ ഞാൻ എന്നും ആ ഒരു മരണപ്പെട്ടു പോയ ആ ഒരു പ്രിയപ്പെട്ട സഹോദരന് ഒപ്പം തന്നെയാണ്. കാരണം എനിക്കും ആൺകുട്ടി ഉള്ളതാണ്. അവനും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പയ്യനാണ്. നാളെ ഒരു സമയം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എൻ്റെ മകൻ ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാർക്കും ഉള്ള വേദന. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ യൂട്യൂബേഴ്സിനോട് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് നേരെ ആരും ഒരു വാക്ക് പറഞ്ഞാൽ പോലും ആ ഒരു പറയുന്ന ആളിനാണ് കുറ്റം വരുന്നത്. ഈ പറയുന്ന സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കാനും മറപിടിക്കാനും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ നിയമത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നിയമവ്യവസ്ഥ അത്തരത്തിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.